നമുക്ക് മിമോസ് മൊമോസ് എന്നൊക്കെ വിളിക്കാം. നല്ല ക്യൂട്ട്. വേണ്ട, വിളിക്കണം മിമോസ് എന്ന് വെച്ചത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കുഴപ്പമില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട് റീനയുടെ മുഖം എന്ത് സോഫ്റ്റ് ആണെന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റു, മുഖം കഴുകി, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ചേച്ചി ചെയ്താൽ ഞാൻ ഫുൾ സെറ്റ് ഇല്ലേ? അതല്ലേ എൻ്റെ ഒരു രീതി. നല്ല കരഞ്ഞ് അഭിനയിച്ച് ചെയ്യുക. മിണ്ടരുത് നീ, മിണ്ടരുത് നീ. നീ കൈയൊക്കെ ചൂണ്ടി പറഞ്ഞൂടെ, ഇതെന്ത് കഷ്ടാ. മിണ്ടരുത് നീ. നീ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലും ഐ ഫീൽ അഷീം. പരസ്പരം ഒന്നും മറിച്ചു വയ്ക്കാൻ മീൻ പിടിച്ചിട്ട് ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞൂടാ? ചേച്ചിക്ക് ഞാൻ ഒരു സാധനം പറഞ്ഞേൽപ്പിക്കാം, അത് ചേച്ചി റിവേഴ്സ് ആയിട്ട് പറയണം. ഓക്കെ? എൻ്റെ നിങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുന്ന ഒരു വിഷമ വാർത്ത പറയുമ്പോ നീരിക്കറിയാ ഓലക്കൊട്ടായ ചുമ്മാ നടക്കിതേ കവളപ്പൊട്ടായ പുട്ടന്റെ മുട്ട. മുട്ടേ ഓണത്തിനിടയ്ക്കാണോ പുട്ട് കച്ചവടം? ഓണത്തിനിടയ്ക്കാണോ പുട്ടിന് കച്ചവടം? പച്ചച്ചോറ. ഇടുന്ന ഇഷ്ടമല്ല എനിക്ക്, മേക്കപ്പ് ഇടുന്ന ഇഷ്ടമല്ല. ഞങ്ങള് നാച്ചുറൽ ബ്യൂട്ടി. ഞങ്ങളല്ല, ഞാൻ. അങ്ങനെ ഞാനും മിമ്മും റെഡിയായി എത്തിയിരിക്കുകയാണല്ലേ? അതെ. ആ, നമ്മള് ഒരേപോലത്തെ കുറിയൊക്കെ തൊട്ടാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഒറിജിനൽ കുറിയാണ്. ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട്. അതെ, ഞങ്ങൾ ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ മിമ്മു ഇപ്പം മണിമുത്ത് സീരിയൽ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം ഞാനൊക്കെ ഓർത്തു, ഇപ്പം മണിമുത്ത് കണ്ട സമയത്താണെങ്കിലും മുത്ത് ഭയങ്കര ചട്ടമ്പി, ഇപ്പം മിമ്മൂസ് വന്നപ്പോഴും അതുപോലെ ചട്ടമ്പിയാണെന്നൊക്കെ ഞാൻ ഓർത്തു. ഞാൻ പാവല്ലേ, ഇടയ്ക്കൊരു കുടുംബത്തെയാണ്, എന്നാലും ഞാൻ പാവമായി ചേച്ചിയാണ്. ഞാൻ കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്ത് ഐലൈനർ മുകളിലാക്കി. ഞാനായിരുന്നു ചട്ടമ്പി. ഞാൻ കഷ്ടപ്പെട്ട് ഐലൈനർ വരച്ചു കൊടുത്ത്, എന്നിട്ട് ഞാൻ പറയാതെ ഈ ചേച്ചി കണ്ണു തുറന്ന് മുകളില് ഫുള്ളായി. അതെ, എന്തൊക്കെ പാട്. എത്ര കഷ്ടപ്പെട്ട് എന്നെ ഒരുക്കിയത് അല്ലെ? എന്നെ ഒരുക്കാൻ ഭയങ്കര ചേച്ചിനെ ഒരുക്കാൻ വരുന്നൊരു സമ്മതിക്കണം. പിന്നെ എന്തുണ്ട് മണിമുത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മണിമുത്തില് മുത്തായിട്ട് ഇപ്പം ചട്ടമ്പിത്തരൊക്കെ കാണിച്ചോണ്ട് പോവാണ്. അപ്പൊ എങ്ങനെയുണ്ട്? നല്ല വിശേഷം. ഓണമൊക്കെ ആയോ മണിമുത്തിലും? പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പം നമ്മുടെ മണിക്കുട്ടിയോട് ഭയങ്കര വഴക്കാണല്ലോ. അപ്പം അല്ലാണ്ടും മണിക്കുട്ടിയോട് വഴക്കുണ്ടാക്കാറുണ്ടോ? ഇല്ല, ചില സമയത്ത് വഴക്കിടാറുണ്ട്. ചുമ്മാ വഴക്കൊക്കെ ഇടാറുണ്ട്. അപ്പൊ ഈ മുത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പം നെഗറ്റീവായിട്ട് ഇപ്പം മിമൂസ് ചെയ്യുമ്പോൾ അപ്പം പ്രേക്ഷകരൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന സമയത്ത് മിമൂസ് എന്ത് വഴക്കാ മണിക്കുട്ടിയോട്, അപ്പൊ അങ്ങനെയൊക്കെ ആരും ചോദിക്കാറുണ്ടോ? ഞാനും എൻ്റെ വല്യച്ഛനും അമ്മയും കൂടി തട്ടുകടയിൽ പോയായിരുന്നു. തട്ടുകടയിൽ പോയപ്പോഴത്തേക്കിനും ഒരപ്പൂപ്പൻ ദോശ കഴിക്കാൻ പോയതാണ്. കഴിക്കാൻ പോയപ്പോഴത്തേനും ചട്ടുക അടുത്ത് എൻ്റെ നേരെ വന്നു. എന്നിട്ട് ഒന്നും പറ്റിയില്ല. എങ്ങനെ ചോദിച്ചോ, നീ എന്താ വഴക്കുണ്ടാക്കാ? എന്താ ചേച്ചി ചട്ടുക എടുത്തന്റെ ചട്ടുക എടുത്തോണ്ടൊക്കെയല്ലേ? ദോശ ചുട്ടോണ്ടിരിക്കായിരുന്നോ? ദോശ ചുട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചട്ടുക എടുത്തിട്ടോ. അതെന്റെ ആക്ടിങ്. ഞാൻ അത്ര പ്രൊഫഷണൽ അപ്പൂപ്പ എന്ന് പറയത്തില്ലായിരുന്നോ? ഇല്ല. എന്നിട്ട് എനിക്ക് ഞാൻ പിന്നെ അവിടെ പോവാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൂപ്പ എന്നാലും നമ്മള് ദോശ ചുട്ടോണ്ടിരിക്കായിരുന്നു. ചൂടുള്ള സാധനം എടുത്തോണ്ട് വന്നല്ലേ? അടി കൊടുക്കണ്ടായിരുന്നോ? സ്പോട്ടിൽ നമുക്ക് അടിക്കായിരുന്നല്ലോ. ഈ അടി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ചേച്ചിയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ഇംഗ്ലീഷുകാരൻ കടയിൽ വന്നിട്ട് ഒരാളോട് പറഞ്ഞു I want 44 ബനാന. അപ്പോൾ ഈ കടക്കാരൻ 44 ബനാന അയാൾക്കെടുത്ത് കൊടുത്തു. അപ്പോൾ ഈ കസ്റ്റമർ വന്നിട്ട് കടക്കാരന്റെ മുഖത്ത് നോക്കി ഒരൊറ്റടി. കാരണം എന്താ? നമുക്ക് അപ്പൂപ്പനെ തടി കൊടുക്കണ്ടായിരുന്നു. എന്താ മിമു അത്? I want 44 ബനാന എന്ന് പറഞ്ഞു, എന്നിട്ട് കൊടുത്തിട്ടും അടിച്ചു. 44 ബനാന അയാൾക്ക് കൊടുത്തു എന്നിട്ട് അടിച്ചു. അതെന്തിനാ അടിക്കാൻ പോയേ? മിമു ആലോചിക്കട്ടെ. മിമു I want 44 ബനാന. കടക്കാരൻ അടിച്ചു. പൈസ കൊടുക്കാതെയാണോ പോയത്? കടക്കാരനെ അടിച്ചു. പൈസ ഇല്ലെന്ന് വല്ലതും പറഞ്ഞു കാണോ? 6 7 8 ടൈം ഔട്ട് പറയട്ടെ. അയാൾ പറഞ്ഞ I want 44 ബനാന എന്നല്ലേ?
ഭയങ്കര ശരിയാ. I want 4 tea, 4 tea 4 ബനാന. പിന്നെ 44 ബനാന കൊടുത്തു കഴിഞ്ഞാൽ അടിക്കത്തല്ലേ ഉള്ളൂ. വേറൊരെണ്ണം ചോദിക്കട്ടെ. 4 കൂട്ടുകാര് മസാല ദോശ ഓർഡർ ചെയ്തു, പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്താ? 4 കൂട്ടുകാരും എനിക്ക് വെറൈറ്റി മീഡിയ അവിടെ നിന്ന് ചോദിച്ചത്. ഓക്കെ ഒരു 4 കൂട്ടുകാര് കടയിൽ വന്നു, മസാല ദോശ ഓർഡർ ചെയ്തു. എന്നിട്ട് പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്താ? മസാല ദോശ ഓർഡർ ചെയ്ത് എല്ലാവർക്കും കിട്ടിയില്ല. ഇനി അവിടെ മസാല ദോശ ഉണ്ടാക്കിയില്ലേ? ആലോചിക്കട്ടെ മെമ്മു, ഇതൊക്കെ എനിക്ക് കിട്ടണില്ല. 4 മസാല ദോശ ഓർഡർ ചെയ്തു, എല്ലാവർക്കും കിട്ടിയില്ല. 4 പേർക്ക് കിട്ടിയോ? കിട്ടണില്ല. 4 കൂട്ടുകാർ മസാല ദോശ ഓർഡർ ചെയ്തു, പക്ഷെ എല്ല് ആർക്കും കിട്ടിയില്ല. എല്ലാവർക്കും കിട്ടത്തില്ല, ശരിയാ. എല്ലാവർക്കും കിട്ടില്ല. ഓക്കെ, നമുക്ക് ഓണത്തിലേക്ക് തിരിച്ചു വരാം. മണിക്കുട്ടിയുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അല്ല, ഇവളെന്നെ ചോദ്യം ചോദിച്ചോണ്ടേ ഇരിക്കും. പിന്നെ ബമ്പർ ചിരിയിലൂടെയാണ് നമുക്ക് മിമൂസിനെ മിമൂസേന്ന് വിളിക്കുന്നതാണോ? ഒരു വലിയൊരു പേരുണ്ട് ആൾക്കാർക്കൊക്കെ, പലപ്പോഴും എനിക്ക് തോന്നുന്നു തെറ്റിപ്പോവാറുള്ള. എനിക്ക് ഞാൻ പറഞ്ഞ എന്റെ സ്കൂളില് ചിലരൊക്കെ എന്നെ വിളിക്കുന്ന ബ്രൺമയി. എല്ലാരും മാറ്റി മൃണ്മയി, മൃദുൽ, ഇത്ര ഒരു കട്ടി പേരാണുള്ളത്. ബ്രൺമയി എന്ന് വിളിക്കാറുണ്ട്, മെറിൻമയി എന്ന് വിളിക്കാറുണ്ട്. എന്താണ് ശരിക്കും പേരെന്ന് പറഞ്ഞ്? പേരൊന്ന് പറഞ്ഞ്. മൃണ്മയി എ മൃദുൽ അങ്ങനെ വിളിച്ചാൽ മതി എന്നല്ലേ? എങ്ങനെ വിളിക്കുന്നത്? ഞങ്ങൾക്ക് അതെ, മിമൂസേ മൊമോസേ എന്നൊക്കെ വിളിക്കാൻ തോന്നും. എന്റെ ബമ്പർ ചീരിലെ ഇരട്ടപ്പേര് മോമോസ്. ഞാൻ മിമൂസിനെ വന്നപ്പോൾ മോമോസ് എന്നാ വിളിച്ചതല്ലേ? മോമോസ് വിളിക്കാറുണ്ട്, കുബൂസ് എന്ന് വിളിക്കാറുണ്ട്. നമുക്ക് മിമൂസ് മൊമോസ് എന്നൊക്കെ വിളിക്കാം. നല്ല ക്യൂട്ട് മിമോസ്. പിന്നെ ബമ്പർ ചിരിയിൽ പോയിട്ട് എല്ലാം ബമ്പർ അടിച്ചുകൊണ്ട് വരുന്നൊരു കുട്ടി താരമായിരുന്നു അല്ലേ? അപ്പം എങ്ങനെ ഇത്രയും ഈ ഒരു അതായത് ഇപ്പം സ്റ്റാൻഡപ്പ് കോമഡി നിന്ന് നമ്മൾ കഥ പറയണം, അപ്പം അതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കുന്ന? ആരെ പഠിപ്പിക്കുന്ന ഇതൊക്കെ? അവിടുത്തെ ഗ്രൂമേഴ്സ് അങ്കിൾമാർ പഠിപ്പിക്കും. അമ്മയൊക്കെ ഫസ്റ്റ് വന്നായിരുന്നു. അവിടുത്തെ ഗ്രൂമേഴ്സ് അങ്കിൾമാർ ഹെൽപ്പ് ചെയ്യാം, പഠിക്കും. അപ്പം എത്ര നേരം കൊണ്ടൊക്കെയാ മിമോസ് പഠിക്കണം? അവിടെ കുറേ ദിവസങ്ങൾ കാണും ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഗ്രൂം ചെയ്ത് നമ്മൾ കഴിയുമ്പോഴത്തേക്കിന് ഷൂട്ടിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് എല്ലാവർക്കും. ഫസ്റ്റ് ഡേ ആയിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് ഡേ ആയിരിക്കും, അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ചില ദിവസം ഫസ്റ്റ് ഷൂട്ടിംഗ് ഡേയിൽ ഫസ്റ്റ് സീനിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് ആക്ട് ഒക്കെ ആയിരിക്കും. ഫസ്റ്റ് എപ്പിസോഡ് അല്ല, ഫസ്റ്റ് സീനിൽ തന്നെ ഫസ്റ്റ് ആക്ട് ആയിട്ട് മിമൂസിന്റെ തന്നെ വരാറുണ്ട്. ഇല്ല, അങ്ങനെ കിട്ടാറുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് ആക്ട് അങ്ങനെ കുറെ ഒക്കെ കിട്ടാറുണ്ട്. ഫസ്റ്റ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്ന മിമൂസിലായിരിക്കും. അല്ല, ഫസ്റ്റ് ആക്ട് എൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി. അപ്പൊ എല്ലാം ബമ്പർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ടെൻഷനൊക്കെ വരാറുണ്ടോ കയറി നിൽക്കുമ്പോ? ഇല്ല, ടെൻഷനൊന്നും വരാറില്ല, കൂളായിട്ട്. ഇതുവരെ വന്നിട്ടില്ല ടെൻഷൻ, ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ബമ്പർ ചിരിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയായിരുന്നു ജഡ്ജസിൽ? ഒരുപാട് പേര്. മഞ്ചാണ്ടിനെ. എനിക്ക് ബമ്പർ ചിരിയിൽ 5 ബമ്പർ അടിച്ചിട്ടുണ്ട്. ഞാൻ 18 സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട്, 9 സ്കിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡബ് സ്മാഷ് 50. ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് എന്തൊരു ഡയലോഗ് പറയാവോ? മിമൂസ് കുറെ ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ കാണാതെ പഠിച്ച ഓരോ ക്യാരക്ടേഴ്സിനെ പറയാറുണ്ട്. അപ്പൊ നമ്മള് എന്തെങ്കിലും ഡയലോഗ് ഏതെങ്കിലും സിനിമയിലെ ജസ്റ്റ് ഒരു അന്ന് ആക്ട് ചെയ്ത് കാണിക്കോ? സിനിമയില് വേണ്ട, ഞാൻ 2 എണ്ണം കാണിച്ചു. 2 എണ്ണം കാണിച്ചു. 2 എണ്ണം ഏത് കാണിക്കണം? ഏത് കാണിക്കും? ഫസ്റ്റ് ഞാൻ കുണുവാവേണ്ട കാണിക്കാം. ഓക്കെ. പൂച്ചേ പൂച്ചേ മാണ്ടല് എൻ്റെ കുണുവാവേനെ മാണ്ടല്, പത്തി പത്തി ബൗബോ കൊരക്കല് എൻ്റെ കുണുവാവേനെ ഒണട്ടല്, കൊക്കെ കൊക്കെ കീഴല് എൻ്റെ കുണുവാവേനെ ഒണട്ടല്. സെറ്റ്. അടുത്തത് അത് കാണിക്കണോ? കാണിക്കണം. പക്ഷെ ചുണ്ട് ഇത് ഇങ്ങനെയല്ല, ചുണ്ട് കുറച്ച് വരയ്ക്കണം ഇവിടെ, പക്ഷെ വരയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. ചുണ്ട് കുറച്ചുകൂടെ വരച്ചാലാണ് അത് സെറ്റ് ആവുന്നത്. ഡയലോഗ് പറയാം.
കുഴപ്പമില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട് റീനയുടെ മുഖം എന്ത് സോഫ്റ്റ് ആണെന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റു മുഖം കഴുകി അത് കഴിഞ്ഞിട്ട് ഞാൻ നീടെ മുല്ലോട്ടാ. ഓ റീന എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഡയലോഗ്സ് എല്ലാം പഠിച്ചു വെക്കും അല്ലേ? ഇങ്ങനെ റീൽസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കിന് കാണുമ്പോ അത് ചെയ്തു നോക്കും. അതുപോലെ സിനിമയിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? സിനിമയിലെ സീനുകളോ? സിനിമയിലെ റീൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓൺ വോയിസ് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ചേച്ചി ചെയ്താ ഞാൻ ഫുൾ സെറ്റ് ഇല്ലേ? അതല്ലേ അതിന്റെ ഒരു രീതി. ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഇല്ല ചേച്ചി ചെയ്താ ഞാൻ ചെയ്യാം. ചേച്ചിക്ക് അറിയില്ല മിമൂസ്. ചേച്ചി ചെയ്യ, അപ്പൊ ഞാൻ ചെയ്യാം. ഏതാ ചെയ്യണ്ടേ? മിമൂസ് പറയുന്ന ചെയ്യാം. ഇഷ്ടമുള്ള ചെയ്തു. ഇല്ല, നിറം ഫിലിമിലെ മിണ്ടരുത് നീ എന്ന് പറഞ്ഞ ആ ഡയലോഗ് മൊത്തം ഒന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് ഡയലോഗ് കാണാതെ അറിയില്ല. ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ ഡയലോഗ് പറഞ്ഞുതരാം, ചേച്ചി ആ ഇമോഷണലിൽ ചെയ്യണം. ഭയങ്കര ഇമോഷണൽ ആണത്. എനിക്ക് മനസ്സിലായി. കരഞ്ഞ് ചെയ്യുന്നൊരു ഇതാണത്. കൊളമാക്കി കൈ തരുന്നവര് ഞാൻ ഏറ്റു. നല്ല കരഞ്ഞ് അഭിനയിച്ച് ചെയ്യുക. ഓക്കെ സെറ്റ്. ഫസ്റ്റത്തെ ഡയലോഗ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ക്യാമറ നോക്കി. ഇമോഷണൽ ആളെ കരയണം. ഡയലോഗ് പറയും, ഞാൻ ആക്ട് ചെയ്യും. ആക്ട് ഒന്നുമില്ല, ഡയലോഗ് ഞാൻ പ്രോമിസ് ചെയ്യും ചേച്ചി. ഇമോഷണൽ ആയിക്കോ, ചിരിച്ചോണ്ടൊന്നും ഇരിക്കുന്ന വിഷമത്തിലായിരിക്കും. വിഷമം വരുന്നു. മിമൂസ് ഇങ്ങനെ ചിരിപ്പിക്കരുത്, ഞാൻ വിഷമത്തിലേക്ക് വരികയാണ്. വിഷമം. മിണ്ടരുത് നീ കൈയൊക്കെ ചൂണ്ടി പറഞ്ഞൂടെ? ഇതെന്ത് കഷ്ടാ ഇത്. എന്നെ മിണ്ടരുത് നീ മിണ്ടരുത്, മതി, നീ തന്നെ ചെയ്തോ. ചേച്ചി വേണ്ട മറ്റേ കൊച്ചു പിള്ളേര് മിണ്ടരുത് നീ ഇങ്ങനെയൊക്കെ പറയണത് ഇത് കഷ്ടാ. നോക്കണം, ഞാൻ ചെയ്യാം. പറഞ്ഞോ. മിണ്ടരുത് നീ. എനിക്ക് ഇത്ര വരണുള്ളൂ മിമൂസേ, എനിക്ക് വരണില്ല അഭിനയം. മിമൂസ് ചെയ്ത് കാണിക്കേ. മിണ്ടരുത് നീ എന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലും ഐ ഫീൽ അഷീം. പരസ്പരം ഒന്നും മറച്ചു വയ്ക്കാൻ മീൻ പിടിച്ചിട്ട് ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞൂടാ? വർഷന്റെ ഡാഡി കാണാൻ പോകുന്നതിന് നിന്നോട് എന്തുമാത്രം ഞാൻ ചോദിച്ചു. അപ്പോഴെങ്കിലും പറഞ്ഞുകൂടായിരുന്നു നിനക്ക്. എല്ലാം ഉള്ളൊതുക്കി വെച്ച് നടന്നില്ലേ നീ? ആർക്ക് വേണ്ടി? ഞാൻ ചുരുക്കി പറഞ്ഞതാ. പക്ഷേ മിമൂസേ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ട് കയ്യില്? അല്ല ഇതല്ല, ചേച്ചിക്ക് ഞാൻ ഒരു സാധനം പറഞ്ഞേൽപ്പിക്കാം, അത് ചേച്ചി റിവേഴ്സ് ആയിട്ട് പറയണം. ഓക്കെ? എന്റെ പൊന്നു ദൈവമേ, ഞാൻ ഒരു സാധനം 14 എണ്ണം പറയാം, അത് ചേച്ചി റിവേഴ്സ് ആയിട്ട് പറയണം. ഇവളുടെ കൊറേ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. തിരിച്ചു പറ. കണ്ണൂര്, കാസർഗോഡ്, സ്പീഡിൽ പറയണം. എനിക്ക് ഇതുപോലെ പറയാൻ അറിയാം. കാസർഗോഡ്, കണ്ണൂര്, വയനാട്. ആലോചിച്ചൊന്നും പറയാൻ പറ്റില്ല, സ്പീഡിൽ പറയണം. കാസർഗോഡ്, കണ്ണൂര്, വയനാട്, അത്ര എനിക്ക് പറയണുള്ളൂ. മിമൂസ് പറ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഗംഭീരം. ഇനി എന്താ ഉള്ളേ? ഇതുപോലെ ഇത് കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ. ചേച്ചിയോട് ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് പണിയായിരുന്നു. നിങ്ങളൊക്കെ എന്തിനാ ചിരിക്കുന്ന? ഒരു വിഷമ വാർത്ത പറയുമ്പോ എന്തിനാ ഈ ക്യാമറ ഒക്കെ ചെയ്യുന്നവർ ചിരിക്കണേ? എന്റെ വീടിന്റെ അടുത്ത് ഇതൊരു പണിയെടുക്കായിരുന്നു. അങ്ങനെ മുകളിലത്തെ പണിക്ക് കേറി തെങ്ങീന്ന് വീണ് തേങ്ങ. ഞാനോർത്തു ഞാനിങ്ങനെ തെങ്ങിന്ന് തേങ്ങ വീണൂന്ന്. എന്റെ മിമൂസേ. പിന്നെ ഇടയ്ക്ക് തോബ സ്റ്റെപ്പ് പഠിപ്പിക്കാൻ പോയിട്ട് മുത്തശ്ശി ഓടണ കണ്ടല്ലോ. മുത്തശ്ശി അല്ല, നിങ്ങൾ ഓടണ കണ്ടു. മുത്തശ്ശി ഇങ്ങനെ നോക്കി നിന്ന്. അതെന്ത് പറ്റി? മുത്തശ്ശിനെ പഠിപ്പിക്കാൻ പോയിട്ട് മുടി. ഞാൻ എന്തേലും ചോദിക്കും, അവള് ഇങ്ങനെ കുറുമ്പത്തര ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. മിമൂസേ, നിന്റെ തലയില് തലമുടി അവിടെ ഇരിക്കട്ടെ.
എന്നിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ പോയിട്ട് എന്താ പറ്റിയത്? ഡാൻസ് എടുത്തപ്പോ അതിന് ഇങ്ങനെ വെള്ളം തുരയുന്ന പോലെ കളിച്ചു. ദേഷ്യം വന്നു പോയി. ഇങ്ങനെ ദേഷ്യം വരാറുണ്ട് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ? ഇല്ല. മുത്തശ്ശിക്ക് അറിയാഞ്ഞിട്ടല്ലേ? അറിയാനിട്ടാ എന്തേ? അത് ഞങ്ങള് റീലിന് വേണ്ടി വെറുതെ ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഈ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു എപ്പിസോഡിന് ഇതിപ്പോ അത് ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തൊരു റീലായിരുന്നു. ഓക്കെ ഓക്കെ. ഇനി നമുക്കൊരു ഗെയിമിലേക്ക് ഞങ്ങളെ പഠിപ്പിച്ചു തരാറുണ്ട് ചിലത്. എന്തൊക്കെ പഠിപ്പിച്ചു തരാറുണ്ട്? എന്തൊക്കെ പഠിപ്പിച്ചു തരാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീഷിന്റെ എല്ലാവരും പഠിപ്പിച്ചു തരാറുണ്ട്. ഇപ്പൊ എന്തേലും അഭിനയിക്കുമ്പോ എന്തേലും ഇങ്ങനെയാണ് അവിടുത്തെ സീറ്റ് അങ്ങനെ പറഞ്ഞു തരും. അവിടെ ഈ ഡയലോഗ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ പഠിക്കുമോ അതോ എങ്ങനെയാണ്? അവര് പ്രോമിറ്റ് ചെയ്ത് തരും, നമ്മള് അത് പറയണം. പിന്നെ ഡബിങ് ഒക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ ഫണ്ണാണ് മൊത്തത്തിൽ. സെറ്റൊക്കെ ഭയങ്കര രസമാണ്. അവിടെ ആരെയാണ് ഏറ്റവും ഇഷ്ടം? അവന്തിക, രണ്ടുപേരുണ്ട്. അവന്തിക ചേച്ചിയുണ്ട്, ഷെഫ്ന ചേച്ചിയുണ്ട് മണിമുത്തിൽ. അപ്പം അതിൽ ആര്? എൻ്റെ അത് പറഞ്ഞപ്പോൾ തന്നെ കണ്ണൊക്കെ ഇങ്ങോട്ടേക്ക് പോണെന്തേ? അയ്യോ, സത്യം പറഞ്ഞ അവിടെ ചെല്ലുമ്പോ ഇവിടെ പൂരായിരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ മതി. സത്യം മാത്രം പറഞ്ഞാൽ മതി. മിമോസ് സത്യമേ പറയത്തുള്ളൂ. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. അല്ല, എന്തോ കാര്യം ഉണ്ട് അതിലെന്തോ ഉണ്ട്. പറഞ്ഞോ. എനിക്ക് എന്റെ മുത്തശ്ശിക്കുട്ടീനെ ഇഷ്ടം. എനിക്ക് എന്റെ മുത്തശ്ശിക്കുട്ടീനെയാണ് കുറച്ചുകൂടി ഇഷ്ടം. അവളിത് കേൾക്കണം. അവര് കേൾക്കണ്ട. എന്റെ മുത്തശ്ശി ഭയങ്കര നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഗെയിം വളരെ സിമ്പിൾ ആണ്. ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് അവിടെയാണ്. മച്ചവാ എനിക്കിരിയെ പഞ്ചുമിഠായി, ആമാ പഞ്ചുമിഠായ, ഒയ്യോ പഞ്ചുമിഠായ. മച്ചവാ എനിക്കിരിയെ പഞ്ചുമിഠായ, ആമാ പഞ്ചുമിഠായ, ഒയ്യോ പഞ്ചുമിഠായ. സോജാമാ പടുത്ത് പുള്ള ഓമ്പടിയില സാഞ്ച് ഇത് നമ്മളൊരു ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഞാൻ പാട്ടിട്ടപ്പോ തൊട്ട് മിമോസ് തിരിച്ചു വരൂ. ഓക്കെ, മിമോസ് ഇത് മാറ്റി. ഞാൻ പറയട്ടെ, പറയുന്ന കേട്ടിട്ട് ഇതെടുത്ത് മാറ്റ്. ഇപ്പൊ കേക്കത്തില്ലേ? മിമോസ് നമ്മളൊരു ഗെയിമിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ വിസ്പോ ചലഞ്ചിലാണ്. അതായത് മിമോസിന് ഞാനൊരു പാട്ടിട്ട് തരും. മിമോസ് എന്നിട്ട് ഹെഡ്സെറ്റ് വെച്ചിരിക്കുക. എന്നിട്ട് ഞാൻ എന്താണോ പറയുന്നത് കണ്ടുപിടിക്കുക. അറിയാം? ഓക്കെ, കളിച്ചാലോ? ഓക്കെ. സുമ്മാ നടക്കിതേ കവളപ്പൊട്ടായ. പറയുന്നത് കേൾക്കാമോ? ഇല്ല. ചേച്ചി പറയുന്ന കേക്കാവോന്നാണോ ചോദിച്ചേ? കുറച്ചുകൂടി കൂട്ടിക്കോ. സുഖാണോ മിമൂസ് എന്നാണോ? കറക്റ്റാ. ഇവക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കറക്റ്റാണോ? കറക്റ്റാ. ഒരു പോയിന്റ് കിട്ടി. അടുത്തത്. ഇവിടെ എല്ലാം പച്ചേ. ഇവൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാം പച്ചയാകുന്നോ? ഇവൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാം മനസ്സിലാവും. അല്ല, ഇവൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവനെല്ലാം മനസ്സിലാവും. അടുത്തെത്തി. ഇവൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവനെല്ലാം മനസ്സിലാവും. ഇവൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവനെല്ലാം മനസ്സിലാവും. ഇവൾക്ക് എല്ലാം മനസ്സിലാവും. ഇവനിക്ക് എല്ലാം മനസ്സിലാവും. ഇവൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവനക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കുട്ടന്റെ മുട്ട. അടുത്തത്. കുട്ടന്റെ മുട്ട. മുട്ടേ. കുട്ടന്റെ മുട്ട. കുട്ടന്റെ മുട്ട. എന്താ? കുട്ടന്റെ മുട്ട. കുട്ടന്റെ മുട്ട. കറക്റ്റ്. ഓണത്തിനിടയ്ക്കാണോ പുട്ട് കച്ചവടം? കൊട്ടന്റെ മുട്ടയോ? ഓണത്തിനിടയ്ക്കാണോ പുട്ട് കച്ചവടം? ഓണത്തിന് ഇടയ്ക്കാണോ പുട്ട് കച്ചവടം? ഒരുത്തൻ കെട്ടിയാണോന്നാ? ഓണത്തിന് ഇടയ്ക്കാണോ പുട്ട് കച്ചവടം? ഒരുത്തന് ഓണത്തിന് ഇടയ്ക്കാണോ? ഓണത്തിന് ഇടയ്ക്കാണോ പുട്ട് കച്ചവടം? മോളുടെ പുട്ട് കച്ചവടം. മുട്ടയാ? പുട്ട് കച്ചവടം. പുട്ടിന് ഓണത്തിന് ഇടയ്ക്കാണോ പുട്ടിന്?
കച്ചവടം. പച്ചച്ചോറ. കൊട്ടായ പറ. ഓണ ഓണത്തിന് ഇടയ്ക്കാണോ? ഓണത്തിനിടയ്ക്കാണോ? പുട്ട് കച്ചവടം. പുട്ട് കച്ചവടം. ഓ, സെറ്റാക്കി. ഗംഭീരായിട്ട് കളിച്ചു. പഞ്ചമിഠായ. ആമാ പഞ്ചമിഠായ. അയ്യോ പഞ്ചമിഠായ. നമുക്ക് മാറ്റിയാലോ? നമുക്ക് മാറ്റിയാലോ? ആ, ഗെയിം കഴിഞ്ഞു. ഗംഭീരം. മിമു ജയിച്ചിട്ടുണ്ട്. ചേച്ചിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഇനിയിപ്പോ സിനിമകളിലേക്ക് വരുവാണെങ്കിൽ മിമുസ് ഇപ്പൊ എത്ര സിനിമ ചെയ്തു? 3 കംപ്ലീറ്റ് ബാക്കി 3 കംപ്ലീറ്റ് ആയി, ബാക്കി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വയസ്സുണ്ട് മിമൂസിന്? എനിക്ക് ഇപ്പൊ 8 വയസ്സായി. 8 വയസ്സ്. 8 വയസ്സിൽ സിനിമാ നടിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് എന്താ മിമൂസിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ പറയാറ്? പ്രത്യേകിച്ചൊന്നും പറയാറില്ല. വലിയ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇല്ല, ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മണിമുത്ത് ഇങ്ങനെ പറയാറുണ്ട്. ചില ചേച്ചിമാർ വന്നിട്ട് ബമ്പർശ്ശേരിയിലുള്ള മോളല്ലേ ഞങ്ങൾക്ക് അറിയാന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ മിമൂസ് എന്താ പറയാറ്? ഞാൻ താങ്ക് യു പറയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തിടെ കുറേ ഇനോഗ്രേഷൻസിലൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരെണ്ണം അല്ല, ഇന്നലെ ഒരെണ്ണം ചെയ്തിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി നിൽക്കുമ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ വരാറൊക്കെ ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ മണിമുത്ത എന്നൊക്കെ ചോദിക്കാറുണ്ടോ? മണിമുത്തെന്ന് ചോദിക്കാറില്ല, ചിലർക്ക് മിമ്മൂസ് അറിയാൻ പറ്റും. അപ്പോൾ ഫോട്ടോ അങ്ങനെ കുറെ പേര് ചോദിക്കാറുണ്ട്, ഫോട്ടോ എടുത്തോട്ടെ അങ്ങനെ. ഇപ്പൊ തന്നെ മിമൂസിനെ കണ്ടു കഴിഞ്ഞാൽ വള മാല ഇതൊക്കെ ആരാ വാങ്ങിച്ചു തരാറൊക്കെ? മിമൂസിന് എല്ലാ ഡ്രസ്സും വളയും മാലയൊക്കെ എനിക്ക് അമ്മ വാങ്ങിച്ചു തരാറുണ്ട്. പക്ഷേ ഈ കോസ്റ്റ്യൂമും എക്സസറീസും പൂജയുടേതാണ്. എല്ലാം അമ്മയാണോ? അമ്മ വാങ്ങിച്ചു തരാറുണ്ട്, എല്ലാവരും വാങ്ങിച്ചു തരാറുണ്ട്. അമ്മാമ്മ സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട് ഡ്രസ്സസ് ഒക്കെ. അമ്മാമ്മ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. അമ്മമ്മ സ്റ്റിച്ച് ചെയ്യുന്ന കോസ്റ്റ്യൂമാണോ കൂടുതലും ഇപ്പോൾ ഈ ഷൂട്ടിനൊക്കെ ഇടുന്നതൊക്കെ? കൂടുതലും ഇടുന്നത് ഇപ്പോൾ അമ്മാമ്മ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അമ്മാമ്മയുടെ ബൊട്ടീക്ക് അമ്മാമ്മ സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് ഇടാറ്. അപ്പോൾ സെറ്റിലൊക്കെ പോകുമ്പോൾ ആരായിരിക്കും മിമൂസിൻ്റെ കൂടെ എപ്പോഴും വരാറ്? എപ്പോഴും ആരായിരിക്കും? അമ്മയും വരാറുണ്ട്, അമ്മാമ്മയും വരാറുണ്ട്. ആര് വരുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം സെറ്റിലൊക്കെ? എനിക്ക് രണ്ടുപേരും വരണ ഇഷ്ടമാണ്. അമ്മ പാവമാണോ? അമ്മയും പാവം അമ്മാമ്മയും പാവം, രണ്ടുപേരും പാവമാണ്. കുറുമ്പിയായിട്ടുള്ള ഈ മ്യൂസിയം കുറുമ്പത്തരമൊക്കെ കാണിക്കുമ്പോൾ അമ്മ എന്താ പറയാറ്? അടിയൊക്കെ തരാറുണ്ടോ? അമ്മ എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല. വഴക്ക് പറയാറുണ്ട്, നന്നായിട്ട് അടിച്ചിട്ടില്ല. അമ്മ എങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേ. അടിച്ച് പൊട്ടിച്ചോളാം ഞാൻ, അടിച്ചിട്ടില്ല. അല്ല, ആ ഒരു ഡയലോഗിൽ തന്നെ മിമൂസ് ഓടും, പിന്നെ കിട്ടാറില്ല. മറ്റേത് ഞാൻ അമ്മ എന്തേലും പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. ഇപ്പൊ ഞാൻ കരയത്തില്ല, അതാണ്. എത്ര വഴക്കുണ്ടാക്കിയാലും മിമൂസ് കരയാറില്ല, അടിച്ചാലും. ഇപ്പൊ എനിക്ക് കരച്ചിലൊന്നും അങ്ങനെ വരാറില്ല. ഞാൻ വലുതായിട്ട് കരയത്തില്ല. ഇപ്പൊ വഴക്കുറയുമ്പോ, ചെറുതായിട്ട് വഴക്കുറയുമ്പോ കരയത്തില്ല. മറ്റേതൊക്കെ വഴക്കുറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമം വരും പെട്ടെന്ന്. ഇപ്പൊ നേരത്തെയൊക്കെ ആരെങ്കിലും വഴക്കൊക്കെ പറഞ്ഞു പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് വിഷമം വരത്തില്ല. പക്ഷെ കുറച്ചു മുന്നേ ഒന്ന് വിഷമിച്ചായിരുന്നു അല്ലേ? ഞാൻ വിഷമിക്കത്തില്ല. എനിക്ക് വിഷമമൊന്നും വന്നില്ല.